ബാസങ്ങളെ എന്ത് കണ്ടിട്ട് എന്ത് മൈൻഡ് ചെയ്ത് പോണെന്ത്? താങ്കൾ അങ്കിളെന്ന് വിളിച്ച എന്നെയാണോ? പക്ഷെ നീ എന്നെ ഉവ്വെന്ന് വിളിച്ചെങ്കിൽ എനിക്ക് മനസ്സിലായേ എന്നെയാണ് വിളിച്ചതെന്ന്. ഞങ്ങൾ ഓവറാക്കല്ല ഏട്ടാ. നീയല്ലേ പറഞ്ഞത് റോഡി വെച്ച് കണ്ടാൽ ചിലപ്പോൾ ചിരിക്കും ചിലപ്പോൾ ചിരിക്കൂലെന്നൊക്കെ. നിർത്ത് എന്തൊക്കെ പറഞ്ഞാലും അങ്ങൾ കാണിച്ചത് തെറ്റ് തന്നെയാണ്. ആ 40,000 രൂപ എവിടെ നിന്ന് വെച്ചാൽ മറിച്ചിട്ട് അച്ഛന് കൊണ്ടുകൊടുത്ത് പ്രശ്നം തീർക്കാൻ നോക്കുന്നത്. അച്ഛന് ഭയങ്കര വിഷമം. ഇത് ആ പൈസ പോയതല്ല, അങ്ങനെ കാണിച്ചതാ. അച്ഛന് എന്ത് പ്രതീക്ഷയോടെ അറിയാം സിംഗപ്പൂരിൽ പോയി അടിച്ച് പൊളിക്കണം എന്ന് പറഞ്ഞ് സൂട്ടൊക്കെ എടുത്ത് തലയിൽ കൈ വെച്ചിരിപ്പായി. ഈ പരിപാടി അച്ഛൻ അങ്ങളുടെ അടുത്ത് കാണിച്ചിരുന്നെങ്കിലാ സഹിക്കുവാ? അല്ല അങ്ങൾ സഹിക്കുമെന്ന് പറ, അത് പറ. എടേ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്തു പോയടേ. അത് ഞാൻ നിന്റെ അടുത്ത് സൗകര്യം പോലെ പറയാം. അത് പോട്ട് അവൻ കുറച്ചെങ്കിലും തണുത്താന്നാ വെട്ടിക്കീറി കൊല്ലുന്ന് പറയുന്നത്. അവൻ ഭ്രാന്തനാണ്, ചിലപ്പോൾ ചേർന്നിരിക്കും. നീ വിചാരിച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റില്ലടേ ഇത്. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ നടക്കില്ല അങ്ങള്. അയ്യോ നീ വിചാരിച്ചാലാ? അതൊന്നും എനിക്കറിയില്ല. അങ്ങളിപ്പോ തൽക്കാലം ചെല്ലും. നീ വിചാരിച്ചാൽ 40,000 രൂപ അറിയോ? അങ്ങള് തരാന്ന് ദൈവത്തിനാണ് തരാമേ. ഒരു മാസം ഒരേ ഒരു മാസം കൊണ്ട് എന്റെ പെട്ടെന്ന് 40,000 പൈസ ഒന്നുമില്ല. പിന്നെ അടുത്ത് ഉടായ്പായിട്ട് വന്നിരിക്കും. അത് പോയെന്ന് ഉടായ്പ നിനക്ക് നേരത്തെ ഞാൻ തന്നതാ. അപ്പൊ ഉടായ്പല്ലേരുന്നാ? ഇനി എന്റെ അടുത്ത് എന്റെ ബാക്കി പൈസ വേണേ. എന്റെ ബാക്കി പൈസ വേണേ. പിന്നെ ഒരു 10,000-3,500 രൂപ ഉണ്ടത്. ഒന്നുമില്ല. അതൊക്കെ അച്ഛനും മക്കളും കൂടെ അങ്ങ് എടുത്ത് വെക്കും. വിശ്വസിച്ചൂടാ. ആഹാ, പാല് മേടിക്കാൻ പോയിട്ട് ഇപ്പോഴാണോ സാറേ കയറി വരണേ? എന്തു പറ്റി? ഫാമിൽ പോയി പശുവിനെ കറന്ന് പാല് കൊണ്ടുവരുമായിരുന്നു. ഞാൻ ഇവിടെ ഹെലികോപ്റ്ററിലല്ല പോയത്, നടന്നാ പോയത്. ഞങ്ങളൊക്കെ പിന്നെ എല്ലാ ദിവസവും ഹെലികോപ്റ്ററിലാണല്ലോ പാല് മേടിക്കാൻ പോണത്. ഹെലികോപ്റ്റർ അവിടുത്തെ പറക്കിയിട്ടുണ്ടായിരുന്നു, കൊണ്ടുപോയി. ഞാൻ പോയി നോക്കിയായിരുന്നു, ചെക്ക് ചെയ്തപ്പോ ഫ്യൂൽ ഇല്ല. ഹലോ ഒന്ന് നിർത്തുവോ? ഇവിടെ 5 മിനിറ്റ് പാല് വല്ല ലേറ്റ് ആയപ്പോഴത്തേക്ക് ഒരാൾ കയറോടിച്ചു തുടങ്ങി. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഇവിടെ എന്താ ഇല്ലാത്ത അത് അവൾക്ക് വേണം. ഞാനേ പറഞ്ഞ വഴിക്ക് ബാസ്യങ്ങൾ കണ്ടു കേട്ടാ. ആഹാ, എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ കണ്ടപ്പോ ചിരിച്ച്. അപ്പൊ എന്നെ മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോയി. ഞാൻ വിളിച്ചിരുത്തി സംസാരിച്ച്. മൈൻഡ് പോയി പിന്നെ വിളിച്ചിരുത്തി സംസാരിച്ചേ? എനിക്ക് പാവം തോന്നിയെന്ന്. ചേട്ടാ ഞാൻ ഒരു കാര്യം പറയാം. അങ്കിൾ ഇവിടെ വന്ന കാര്യം അച്ഛനും അമ്മയും അറിയരുത്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച കാര്യം അറിഞ്ഞാണ്ടല്ല തീർന്നു. പിന്നെ അങ്ങനെയാണെങ്കിൽ അച്ഛൻ അപ്പൊ തന്നെ നമ്മൾ 5-നെ പൊക്കിയെടുത്ത് പാറവടയിലിടും, അത്രേ ഉള്ളൂ. രണ്ടുപേരൊന്നും മിണ്ടായിരിക്കാവോ? അങ്ങേരൊന്നും പറയാൻ സമ്മതിക്കൂ. ആശാൻ എന്ത് പറഞ്ഞേ? കുറച്ച് ഷോയൊക്കെ കാണിച്ച്. ഞാൻ പറഞ്ഞു അച്ഛനെ 40,000 മര്യാദക്ക് തിരിച്ചു കൊടുക്കാൻ. അത് അച്ഛന്റെ 40,000 അല്ല, നമ്മുടെ കാശാണ്. അത് ഓർമ്മ വേണം. അത് കിട്ടൂല്ലോ. പാറുവേ കുഞ്ഞ് ദേ ഇവിടെ നടക്കണ കാര്യം അച്ഛനോട് പറഞ്ഞു കൊടുക്കല്ലേട്ടാ. പറഞ്ഞ പിന്നെ അന്ത്യായിരിക്കും. നമ്മുടെ അന്ത്യമല്ല, നമുക്ക് കിട്ടുന്നതിനെ കൂട്ടത്തിൽ അവക്കും കിട്ടുമല്ലോ. അപ്പൊ നല്ല കാര്യമല്ലേ അല്ലേ? ചേട്ടൻ ഐസ്ക്രീം അയച്ചില്ലേ? അതിന് ബാക്കറി ഒന്നും ഓപ്പൺ ആയല്ലോ മോളെ, പാൽക്കട മാത്രമേ ഓർന്നുള്ളൂ. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ എവിടെ നിന്നടി ഐസ്ക്രീം? ഓടി വിടുന്നു. പാറു മേടിച്ചു തരാം പോരെ? ഐസ്ക്രീം നിനക്ക് ചൂടോടെ നല്ല ഐസ്ക്രീം തരട്ടെ? പാല് വേണ്ടേ? പാല് നിങ്ങളെ ഓടിച്ചോ? എന്നാ പിന്നെ അവിടെ കിടക്കട്ടോ, അത്ര വാശി പാടില്ലല്ലോ. നമുക്ക് അടുക്കളയിൽ പോവാം. നീ വാ, നിനക്ക് ഞാൻ പാല് തരാം. കേശു വാടാ, നിനക്ക് പാല് തരാട്ടോ. എനിക്ക് ഞാൻ പാല് കുടിക്കും. പാലുണ്ടെന്ന് പാലില്ലേ? കുഞ്ഞാ, എന്റെ വെള്ളിയേച്ച എന്റെ കുഞ്ഞിന് പാലൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട്. വാ നമുക്ക് പാല് കുടിക്കാം. കുഞ്ഞാ, നിനക്ക് ഞാൻ പാല് തരൂലാടി.